നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 283 283. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 24. അതിൽ 43, 44, 45, 46, 47 5 ശ്ലോകങ്ങൾ ഒപ്പം പോവും. അർത്ഥം പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഏതാ ശ്ലോകങ്ങൾ വെച്ചാൽ, മനോ ബ്രഹ്മണിയുജ്യാനോ യത്തൽ സദസദ പരം ഗുണാവഭാസേ വിഗുണ ഏകഭക്ത്യാനുഭാവിതേ നിരഹംകൃതിർനിർമ്മമശ്ചാനിർദ്വന്ദ്വാ സമദൃക് സ്വദൃക് പ്രത്യക് പ്രശാന്തധീർധീരാ പ്രശാന്തോർമിരിവോധതി വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധാത്മാ മുക്തബന്ധന ആത്മാനം സർവഭൂതേഷു ഭഗവന്തം അവസ്ഥിതം അപശ്യൽ സർവഭൂതാനി ഭഗവത്യപി ച ആത്മനി ഇച്ഛാദോഷവിഹീനേന സർവത്ര സമചേതസാ ഭഗവൽ ഭക്തിയുക്തേന പ്രാപ്ത ഭാഗവതീ ഗതി. ഇതാണ് 5 ശ്ലോകങ്ങൾ. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, സത്തിൽ നിന്നും അസത്തിൽ നിന്നും വേറിട്ടത് യാതൊന്നോ, സത്തിൽ നിന്നും അസത്തിൽ നിന്നും വേറിട്ടത് യാതൊന്നോ, ഗുണങ്ങളുടെ അവഭാസത്തിന് കാരണമായിരിക്കുന്നതും പ്രകൃതി ഗുണങ്ങളുടെ സംബന്ധം വിട്ടിരിക്കുന്നതും ഉറച്ചിരിക്കുന്ന ഭക്തിയാൽ പ്രത്യക്ഷമാക്കപ്പെട്ടതുമായ, അതാണ് ഉറച്ചിരിക്കുന്ന ഭക്തിയാൽ. അത് വളരെ പ്രധാനമർഹിക്കുന്നതാണ്. ഭക്തി ഉറയ്ക്കണം, ശുദ്ധഭക്തി ആയിരിക്കും വേണം. ഉറച്ചിരിക്കുന്ന ഭക്തിയാൽ പ്രത്യക്ഷമാക്കപ്പെട്ടതുമായ ബ്രഹ്മത്തിൽ മനസ്സിനെ യോജിപ്പിക്കുന്നവനും ശരീരാഭിമാനത്തിൽ നിന്ന് വിട്ടവനും എൻ്റേതെന്ന ഭാവമില്ലാത്തവനും, എനിക്കെന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ല, എല്ലാം ഈശ്വരൻ്റെ. മാത്രമല്ല ദ്വന്ദ്ങ്ങളെ അതിക്രമിച്ചവനും, സുഖദുഃഖങ്ങൾ എന്നുള്ള ദ്വന്ദ്ങ്ങൾ, രാത്രി പകല്, വളവ് തിരിവ്, കയറ്റം ഇറക്കം, ഇതൊന്നും ബാധകമല്ല. സമമായിരിക്കുന്നതിനെ കാണുന്നവനും സ്വരൂപത്തെ കാണുന്നവനും. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ബ്രഹ്മസ്വരൂപനാണ്, സ്നേഹസ്വരൂപനാണ്, പ്രേമസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ് എന്നുള്ള നിലയിൽ വരണം. അപ്പോൾ സ്വരൂപത്തെ കാണുന്നവനും പ്രത്യേകാത്മാവായി ഭവിച്ചവനും പ്രകർഷേണ ശമിച്ചിരിക്കുന്ന ബുദ്ധിവൃത്തിയോടുകൂടിയവനും. ബുദ്ധിയൊന്നും അവിടേക്ക് എത്തില്ല. സർവജ്ഞൻ്റെ അടുത്ത് എന്താ നമ്മുടെ പരിമിതമായ ബുദ്ധി എത്തണത്? പിന്നെ സ്ഥിരനും തിരമാലകൾ അടങ്ങിയിരിക്കുന്ന സമുദ്രം പോലെ ഇരിക്കുന്നവനും എല്ലാം അറിഞ്ഞും പ്രത്യേകാത്മാവായും ഇരിക്കുന്ന ഐശ്വര്യപൂർണനായ വാസുദേവനിൽ ഉത്കൃഷ്ടമായ ഭക്തിഭാവത്താൽ ആത്മാവായി ഭവിച്ചവനും അവിദ്യ കാര്യമായ ലിംഗശരീരത്തിൽ നിന്ന് മുക്തനുമായിട്ട് സകല ഭൂതങ്ങളിൽ വസിക്കുന്ന ഭഗവാനായ ആത്മാവിനെയും, ആത്മാവായ ഭഗവാനിൽ സകല ഭൂതങ്ങളെയും കണ്ടു. പിന്നെയോ ഇച്ഛ, ദ്വേഷം എന്നീ വൃത്തികളോട് കൂടാതിരിക്കുന്നവനും, അതായത് ഇഷ്ടാനിഷ്ടങ്ങൾ ഭഗവാന് ബാധകമല്ല, എല്ലാ ദിക്കിലും ഭഗവത് ഭക്തിയോട് കൂടിയതുമായ ഭേദഭാവനയില്ലാത്ത മനസ്സുകൊണ്ട്, ഇത് നല്ലത് അത് ചീത്ത എന്നുള്ളത് പാടില്ല, ഭേദഭാവനയില്ലാത്ത മനസ്സുകൊണ്ട് ഭഗവത് സംബന്ധിനിയായ സ്ഥിതി പ്രാപിക്കപ്പെട്ടു.
എന്താ ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് ചോദിച്ചാൽ അത് അറിയണവർക്ക് അറിയുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. കർദമ മുനിയുടെ പരമപദപ്രാപ്തി രൂപമായ മോക്ഷത്തെ 5 പദ്യം കൊണ്ട് വിവരിക്കുന്നു. എങ്ങനെ? സ്ഥൂലമായി കാണപ്പെടുന്നതിനെ കാര്യമെന്നും സൂക്ഷ്മമായിരിക്കുന്നതിനെ കാരണമെന്നും പറഞ്ഞു. എന്താ കാരണം അറിയില്ല, കാര്യം അറിയുകയും ചെയ്യും. സ്ഥൂലമായിട്ട് കാണപ്പെടുന്നതിന് കാര്യമെന്നും, അതിനെ തന്നെ കാര്യത്തെ സത്തെന്നും കാരണത്തെ അസത്തെന്നും കൂടി പറയാറുണ്ട്. ഈ 2 വിധ ഭാവത്തിലും ഉൾപ്പെടാതെ അനിർവാച്യമായിരിക്കുന്ന, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ യാതൊരു പരമാർത്ഥ വസ്തുവോ അതിന് ബ്രഹ്മമെന്ന് നാമം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഗുണകാര്യങ്ങളായ ശരീരാദിഭാവങ്ങൾ സകലവും ഉള്ളതെന്ന പോലെ പ്രകാശിക്കുന്നതിന് പരമകാരണമായിരിക്കുന്നത് ബ്രഹ്മമാകുന്നു. എന്നാൽ ഗുണകാര്യ സംബന്ധം ത്രികാലത്തിലും ബ്രഹ്മത്തിനില്ലാതാനും ഉണ്ടെന്ന് തോന്നും. ഏകാന്ത ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഈ പരമാർത്ഥ വസ്തുവിൻ്റെ അനുഭവജ്ഞാനം ഉണ്ടായിരിക്കുകയുള്ളൂ. എല്ലാവർക്കും ഉണ്ടാവില്ല. പരമഭക്തി ഉണ്ടായാൽ ഉണ്ടാവും. നിരന്തര ഭക്തിഭാവത്താൽ, അതായത് ആൾവേസ് നിരന്തര ഭക്തിഭാവത്താൽ കർദമ മുനി മനസ്സിനെ ബ്രഹ്മത്തിൽ തന്നെ ഉറപ്പിച്ചതിനാൽ ഇന്ദ്രിയാദികളിൽ കൂടെ പുറമേ ചലിക്കുന്ന മനോഭാവം ശാന്തമായി. അപ്പോൾ ശരീരം, ഇന്ദ്രിയങ്ങൾ ഇവയെ ആത്മാവെന്ന് അഭിമാനിക്കുന്ന അവിദ്യാംശത്തിന് സ്ഫുരണമില്ലാതെയായി. അതായത് അവിദ്യാംശത്തിന് സ്ഫുരണമില്ല, അതായത് അത് നെഗറ്റീവാണ്. അതിനാൽ ദേഹത്തിൽ ഞാനെന്നും ധനധാന്യ പുത്ര ഭാര്യാദിഭാവങ്ങളിൽ എൻ്റേതെന്നുമുള്ള അഭിമാനത്തിൽ നിന്നും ശീതം, ഉഷ്ണം, വിശപ്പ്, ദാഹം, ശോകം, മോഹം, സുഖം, ദുഃഖം, ജന്മം, മരണം, കാമം, ക്രോധം എന്നിങ്ങനെ ഒന്നിനോടൊന്ന് ചേർന്ന് വരുന്ന ദ്വന്ദ്വവസ്ഥകളിൽ നിന്ന് വിട്ടിരിപ്പാൻ സാധിച്ചു. ഇതിൽ ആകൃഷ്ടനായിട്ട് മുങ്ങിപ്പൊങ്ങുന്നവരെ പറ്റി ഇവിടെ പരാമർശിക്കണില്ല. ഔട്ട് ഓഫ് ക്വസ്റ്റ്യനാണത്. അപ്പോൾ ഭാഗവതം കേൾക്കുക, ഭാഗവതം പ്രചരിപ്പിക്കുക. അതിൽ ഒരു സിദ്ധാന്തം വേണം. എന്താ? എല്ലാറ്റിൽ നിന്നും വിട്ട് ഏകമായിരിക്കുന്ന ചൈതന്യത്തിൽ ഒരു വസ്തുവില്ലാതെ കൊണ്ട് രമിക്കാൻ, എവിടെ വേണമെങ്കിലും ഇരുന്ന് രമിക്കാൻ സാധിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. പറഞ്ഞു ശൈലിയെ എന്തിലും ഏതിലും രാമനെയും കൃഷ്ണനെയും കാണാൻ സാധിക്കുക, തന്നെ മറക്കുക, തൻ്റെ ശരീരത്തിനെ മറക്കുക, തന്നിൽ വസിക്കുന്ന ചൈതന്യത്തിനെ മനസ്സിലാക്കുക, എല്ലാറ്റിലെ ചൈതന്യത്തിനെയും മനസ്സുകൊണ്ട് അഭിവാദ്യം ചെയ്യുക. അപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് വെളിയിൽ കാണപ്പെടുന്ന പ്രകൃതി വികാരങ്ങളിൽ നിന്ന് ബുദ്ധി പിന്തിരിയുന്നു. എങ്ങും ഭേദമില്ലാതെ വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മത്തെയും തൽസ്വരൂപമായിരിക്കുന്ന സ്വ ആത്മാവിനെയും, ഈ സ്വ ആത്മാവില്ലെങ്കിൽ ഒന്നുമില്ല, പിന്നെ ഒന്നും കാണില്ലല്ലോ, ഒന്നും കേൾക്കില്ല, ഒന്നും പറയൂല, ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. സ്വ ആത്മാവില്ലെങ്കിൽ പിണമായി, ശവമായി തീർന്നു. അപ്പോൾ സ്വാത്മാവിനെയും മാത്രം കാണുന്നവനായതിനാൽ അവിദ്യാലക്ഷണമായും ആത്മാവിനെ മറയ്ക്കുന്നതായുമിരിക്കുന്ന അജ്ഞാനബന്ധത്തിൽ നിന്ന് മുക്തനായി. അപ്പോൾ പ്രത്യേകാത്മാവിൽ ബുദ്ധിവൃത്തികൾ സകലവും അടങ്ങിയതിനാൽ ജിതേന്ദ്രിയനും ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവനും തിരമാലകൾ അടങ്ങിയിരിക്കുന്ന സമുദ്രമെന്ന പോലെ നിർവികാരനുമായി ചിത്താധിഷ്ഠാന ദേവതയായും സർവൈശ്വര്യപരിപൂർണനുമായിരിക്കുന്ന വാസുദേവനിൽ പരയായ ഭക്തി ലഭിച്ചതിനാൽ ആത്മാനുഭവരൂപമായ അപരോക്ഷജ്ഞാനം ലഭിച്ചു. സകല ബന്ധത്തിൽ നിന്നും മുക്തനായി സർവഭൂതങ്ങളിലും ആത്മാവായി വസിക്കുന്നത് ഭഗവാനാണെന്നും ആ ഭഗവാനെ ആത്മാവിൽ സർവഭൂതങ്ങളും ഇരിക്കുന്നുവെന്നും സാക്ഷാത്തായി അറിയുന്നു. അപ്പോൾ ഇച്ഛ, ദ്വേഷം എന്നീ വൃത്തികൾ നശിച്ചു. ചേതസ് അല്ലെങ്കിൽ ചേതന സർവത്തിലും സമവൃത്തിയായും ഭഗവത് ഭക്തിയുക്തമായും ഇരുന്നത് കൊണ്ട് ഭഗവത് സ്വരൂപമായി ഭവിക്കുകയും ചെയ്തു. അഹം ബ്രഹ്മാസ്മിയായി.
അതിനെ തന്നെ കാര്യത്തെ സത്തെന്നും കാരണത്തെ അസത്തെന്നും, കാര്യത്തെ സത്തെന്നും കാരണത്തെ അസത്തെന്നും പറയാറുണ്ട് എന്ന് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് സാധാരണ വായനക്കാർക്ക് സംശയമുളവാക്കാൻ ഇടയുണ്ട്. ദേശകാല കലന വൈചിത്ര്യ ചിത്രീകൃതമായി അനുഭവപ്പെടുന്ന പ്രപഞ്ചം കാരണകാര്യ പരിണാമ പരമ്പരകളുടെ ശൃംഖലകളായി കാണപ്പെടുന്നു. ആ ശൃംഖലകളുടെ ഓരോ കണ്ണികളിലും കാര്യം ആയത് അടുത്ത കണ്ണിയിൽ കാരണമായി വരുന്നു. ഒരേ സംഗതിക്ക് തന്നെ കാര്യകാരണ സ്വഭാവം അപേക്ഷികമായ കാരണം അതിനെ ആസ്പദമാക്കി സദസദ്ഭാവം കൽപ്പിക്കുന്നത് സദ്ഭാവത്തിൻ്റെ നിരപേക്ഷതയെ തന്നെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത് ചെയ്യണ്ട. സച്ചിദാനന്ദമായ ബ്രഹ്മം സത്തിൽ വന്നുകൂടും. അങ്ങനെ വരാൻ പാടില്ല. സച്ചിദാനന്ദമായ ബ്രഹ്മം സത്തിൽ വന്നുകൂടും. നിശ്ചയമായും ഇതല്ല വ്യാഖ്യാതാവ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയുടെ വ്യവഹാരങ്ങളെ മാത്രം കണക്കാക്കിയായിരിക്കാം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഒരു അടിപൊളി പ്രസ്താവനയാണ് ഇതിൽ പറഞ്ഞത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ മോക്ഷസർഗ നിരൂപണ പ്രകരണേ കപില പ്രാദുർഭാവ നിരൂപണം നാമ ചതുർവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉടനെ നമ്മൾക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 25-ാം അധ്യായം. ശൗനകാ ഉവാച കപിലസ്തത്വസംഖ്യാത ഭഗവാൻ ആത്മമായയാം ജാത സ്വയം അജ സാക്ഷാത് ആത്മപ്രജ്ഞപ്തയേ നൃണാം. അതിൻ്റെ വാക്കാർത്ഥം പറയാം. ജന്മാതിരഹിതനായ, അതായത് ഭഗവാൻ ആത്മാവ് ജനിക്കണമില്ല മരിക്കണമില്ല, ട്രാൻസ്ഫോർമേഷനാണ്, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജ്ഞാനസ്വരൂപൻ ഇച്ഛയാൽ മനുഷ്യർക്ക് ആത്മതത്വത്തെ അറിയിപ്പിക്കുവാനായി കൊണ്ട് സ്വയം താൻ തന്നെ പ്രത്യക്ഷനായിട്ട് തത്വസംഖ്യയെ നിർണയിക്കുന്ന ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുവാനായിട്ട് കപിലനായി ജനിച്ചു. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. മനുവിൻ്റെയും അവരുടെ സന്താനങ്ങളുടെയും ചരിത്രം കേട്ട ശൗനക മഹർഷി കപില ചരിത്രം കേൾപ്പാൻ ആഗ്രഹിച്ചും കൊണ്ട് സൂതനോട് ചോദിക്കുന്നു. ജന്മാദികളായ വികാരങ്ങളൊന്നുമില്ലാത്ത ജ്ഞാനസ്വരൂപനായ ഭഗവാൻ ഇച്ഛയാൽ തന്നെ മനുഷ്യർക്ക് പരമാത്മബോധത്തെ ജനിപ്പിക്കുവാനുള്ള കാരുണ്യത്താൽ അതിനുപകരിക്കുന്ന സാഖ്യാശാസ്ത്രത്തെ ലോകത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി കപിലനായി അവതരിച്ചു. രണ്ടാമത്തെ ശ്ലോകം പറയണു. നഹിയസ്യ വർഷ്മണ പുംസാം വരിംണ സർവയോഗിനാം വിശ്രുതോ ശ്രുതദേവസ്യാം ഭൂരി തൃപ്യന്തി മേ അസവ. പുമാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനും, പുമാന്മാർ സർവയോഗികളിൽ വെച്ച് വരിഷ്ഠനും കേൾക്കും തോറും പ്രകാശിക്കുന്നവനുമായ ഈ ദേവൻ്റെ കീർത്തിശ്രവണത്തിൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ അധികം തൃപ്തിപ്പെടുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം അതൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയണത്. അതിൻ്റെ ഭാവാർത്ഥം പറയണു. ആ ഭഗവാൻ പുരുഷോത്തമനും സർവയോഗികൾക്കും അവരുടെ യോഗാനുഷ്ഠാന ഫലത്തെ പ്രദാനം ചെയ്യുന്ന വരിഷ്ഠനായ യോഗിയും കേൾക്കും തോറും ഹൃദയത്തിൽ പ്രകാശരൂപേണ വിളങ്ങുന്ന ദേവനുമായിരിക്കുന്നതിനാൽ ആ ദിവ്യമൂർത്തിയുടെ മഹിമയെ കേട്ടിട്ട് എൻ്റെ ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങൾ തൃപ്തങ്ങളായി വന്നില്ല. അതുകൊണ്ടാണ് സദാസേവ സദാസേവ, എപ്പോഴും ആനന്ദാനുഭൂതി നുകരാൻ സാധിക്കണമെന്നാണ് ഭാഗവതത്തിൻ്റെ. എന്തിലും ഏതിലും അങ്ങനെ പറയാം. അടുത്ത ശ്ലോകം 3. യദ്യദ്വിധത്തെ ഭഗവാൻ സ്വച്ഛന്ദാത്മാ ആത്മമായയാ താനി മേ ശ്രദ്ധദാനസ്യ കീർത്തന്യാന്യാനുകീർത്തയ. ശ്രേഷ്ഠയാൽ സ്വന്തം ഇച്ഛയാൽ ദേഹത്തെ ധരിച്ച ജ്ഞാനസ്വരൂപൻ തൻ്റെ ഇഷ്ടത്താൽ തന്നെ ഏതേതിനെ അനുഷ്ഠിച്ചുവോ
കീർത്തിപ്പാൻ യോഗ്യങ്ങളായ അവയെ ശ്രദ്ധായുക്തനായ എനിക്കായിക്കൊണ്ട് ക്രമത്തിൽ കീർത്തിച്ചാലും. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടെന്നർത്ഥം. ക്രമത്തിൽ. അതിൻ്റെ ഭാവാർത്ഥം പറയണോ, ആത്മേച്ഛയാൽ തന്നെ സ്വരൂപത്തെ ഗ്രഹിച്ച് അവതരിച്ച സ്വന്തം ഇച്ഛ കൊണ്ട് ആ ഭഗവാൻ കപിലമൂർത്തി ജീവാനുഗ്രഹത്തിനായുള്ള സ്വേച്ഛനിമിത്തം ഏതേതു പ്രവർത്തികളെ ആചരിച്ചുവോ കീർത്തിക്കുന്നവർക്ക് പരമപുരുഷാർത്ഥത്തെ നൽകുവാൻ സമർത്ഥങ്ങളായ ആ ചരിതങ്ങളെ കേൾപ്പാൻ ആഗ്രഹിക്കുന്ന എന്നോട് അരുളി ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആരെ? ശുഖബ്രഹ്മർഷി. അപ്പോൾ സൂതര് അതിനർത്ഥം മറുപടി പറയാണ് 4-ാമത്തെ ശ്ലോകം കൊണ്ട്. ദ്വൈപായന സഖസ്ത്വേവം സഖാവ് മൈത്രേയോ ഭഗവാൻ തഥാ പ്രാഹേദം വിദുരം പ്രീത അന്വീക്ഷിക്കാം പ്രചോദിതാം. പരിപൂർണ ജ്ഞാനിയും വ്യാസരുടെ സഖാവുമായ മൈത്രേയൻ, വ്യാസരുടെ സഖാവ് ആണ് മൈത്രേയൻ. അപ്രകാരം ബ്രഹ്മവിദ്യയിൽ പ്രേരിപ്പിക്കപ്പെട്ടവനും സന്തുഷ്ടനുമായിട്ട് വിതുരരോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് പിന്നെ അടുത്തേൽ പറയും. ഇപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം കഴിയട്ടെ. സൂതൻ ശൗനകരോട് പറഞ്ഞു, ഹേ ശൗനകമുനെ, ഇപ്പോൾ അങ്ങ് എന്നോട് ചോദിച്ചതുപോലെ തന്നെ ജ്ഞാനാദികളായ ഭഗവത് ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന പരാശര ശിഷ്യനായ മൈത്രേയ മുനിയോട്, അതായത് പരാശര ശിഷ്യനാണ് ആര്? മൈത്രേയർ. അപ്പോൾ വ്യാസരുടെ സമകാലികനാണ്. മൈത്രേയ മുനിയോട് വിതുരർ കപില ഭഗവാൻ ലോകത്തിൽ ഉറപ്പിച്ച ബ്രഹ്മവിദ്യയെ അരുളി ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സന്തോഷിച്ച മൈത്രേയർ അദ്ദേഹത്തോട് അരുളി ചെയ്തതിനെ ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞു. മൈത്രേയ ഉവാച. മൈത്രേയർ ആരോടാണ് സംസാരിക്കുന്നത്? വിതുരരോട്. 5-ാമത്തെ ശ്ലോകം. പിതരി പ്രസ്ഥിതേ അരണ്യം മാതുപ്രിയജഗീർഷയാം തസ്മിൻ ബിന്ദുസരേ അവാൽസീത് ഭഗവാൻ കപില കിലാം. പിതാവ് കാട്ടിലേക്ക് പുറപ്പെട്ടു പോയ ശേഷം ഭഗവാനായ കപിലൻ മാതാവിന് പ്രിയം ചെയ്യുവാനുള്ള ആഗ്രഹത്താൽ ആ ബിന്ദു സരസിൽ വസിക്കുക തന്നെ ചെയ്തു. അവിടുന്ന് എങ്ങോട്ടും പോയില്ലേ. അമ്മയ്ക്ക് കാവലായിട്ട് സമയം കിട്ടുമ്പോൾ ഒക്കെ അമ്മയ്ക്ക് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ കൂടി. അതിൻ്റെ ഭാവാർത്ഥം അന്യ പറയണത്. പിതാവായ കർദമമുനി കാട്ടിലേക്ക് പുറപ്പെട്ടു പോയ ശേഷം ഭഗവാൻ കപിലൻ മാതാവായ ദേവഹൂതിയുടെ ഇഷ്ടത്തെ ചെയ്യണമെന്നുള്ള കാരുണ്യത്തോടുകൂടെ ആ ബിന്ദു സരസ് തീരത്തിൽ തന്നെ വസിച്ചു. സരേ എന്ന പ്രയോഗം ആർഷം, സരസ്തീരം എന്ന അർത്ഥത്തിൽ, അതായത് സരസിൻ്റെ തീരത്തിൽ എന്ന അർത്ഥത്തിലാണ് അതങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. 6-ാമത്തെ ശ്ലോകം. തം ആസീനം അകർമാണം തത്വമാർഗ അഗ്രദർശനം സസുതം ദേവഹുത്യാഹ ധാതു സംസ്മരതി വചാം. കർമ്മത്തിൽ നിന്ന് നിവർത്തനും തത്വമാർഗത്തിൽ സിദ്ധാന്തത്തെ കാട്ടിക്കൊടുക്കുന്നവനും സുഖമായിരിക്കുന്നവനുമായ ആ സ്വപുത്രനോട് ബ്രഹ്മാവിൻ്റെ വാക്കിനെ നല്ല പോലെ സ്മരിക്കുന്ന ദേവഹൂതി പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. കർമ്മമാർഗത്തിൽ നിന്ന് നിവർത്തിച്ച് പരമതത്വഭൂതമായ ആത്മാവിനെ ഭക്തന്മാർക്ക് കാട്ടിക്കൊടുക്കുന്നതിനായി ശരീരത്തെ ധരിച്ചിരിക്കുന്ന സ്വപുത്രൻ സുഖമായിരിക്കുന്ന ഒരു സമയത്തിൽ ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്ന വാക്കിനെ ഓർത്തുകൊണ്ട് ദേവഹൂതി സമീപത്ത് ചെന്ന് നിന്ന് ഇങ്ങനെ പറഞ്ഞു. ദേവഹൂതി ഇരുവാച. ആരോടാ പറഞ്ഞത്? കപില മഹർഷി എടുത്ത്. നിർവിണ്ണ നിതരാം ഭൂമൻ അസദ് ഇന്ദ്രിയദർശനാത്
യേന സംഭാവ്യമാനേന പ്രപന്ന അന്ധം തമപ്രഭോ. സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വര. ഈശ്വരൻ ആരാ? സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വര എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെയും ഇവിടെയും പോകണോ? അവനവനിരിക്കുന്ന സ്ഥലത്തിരുന്നാൽ പോരെ. അപ്പോൾ ഈ ഭാഗവതം അർത്ഥവത്താക്കണമെങ്കിൽ എന്ത് വേണം? ഏകാഗ്ര ധ്യാനം ഉണ്ടാവണം. അപ്പോൾ അസത്തുക്കളായ ഇന്ദ്രിയങ്ങളുടെ വിഷയാഭിലാഷം, ഇന്ദ്രിയങ്ങൾ മോശമെന്നല്ല പറഞ്ഞത്, വിഷയാഭിലാഷം ഹേതുവായിട്ട് ഏറ്റവും പരിശ്രാന്തയായി നിരന്തരം സൽക്കരിക്കുന്നതായ യാതൊരു വ്യാപാരത്താൽ മഹാമോഹത്തെ പ്രാപിച്ചവളുമായി. മഹാമോഹം മായയിൽ മുങ്ങിത്താണോന്നാ അർത്ഥം പറയാം. ദേവഹൂതി പറഞ്ഞു, അതിന് ഭാവാർത്ഥ പറഞ്ഞത്, ഹേ പരമേശ്വര, എങ്ങും നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടിയോട് ഒന്നും പറയണമെന്നില്ല. എങ്കിലും എൻ്റെ സന്താപത്തെ അല്പം പറഞ്ഞുകൊള്ളുന്നു. എത്ര തന്നെ അനുഭവിച്ചാലും തൃപ്തിപ്പെടാത്ത പിന്നെയും പിന്നെയും ശബ്ദാദികളായ വിഷയങ്ങളിൽ നിന്ന് സിദ്ധിക്കാവുന്ന തുച്ഛസുഖങ്ങളെ ആഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിരന്തരം തൃപ്തിപ്പെടുത്തുവാനുള്ള പരിശ്രമം നിമിത്തം ഞാൻ മഹാമോഹത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് മഹാമായിൽ നിന്ന് രക്ഷപ്പെടണം. അത് നിമിത്തം മനസ്സിനും നന്നെ ക്ലേശം തട്ടിയിരിക്കുന്നു. അതാണ് പറഞ്ഞത്. 8ാമത്തെ ശ്ലോകം. തസ്യ ത്വം തമസോ അന്തസ്യ, തമസ്സുകൊണ്ട് കണ്ണു കാണാത്തവനാവുക. ദുഷ്പാരസ്യാദ്യപാരകം സച്ചക്ഷുർജന്മനാ മന്ദേ ലബ്ധം മേ ത്വദനുഗ്രഹാത്. കരകാണാത്തതും അഗാധവുമായിരിക്കുന്നതുമായ ആ ഇരുട്ടിൻ്റെ പാരത്തെ പ്രാപിക്കുന്നതും ശ്രേഷ്ഠമായ കണ്ണായിരിക്കുന്ന നിന്തിരുവടി അങ്ങയുടെ അനുഗ്രഹം നിമിത്തം ജന്മങ്ങളുടെ അവസാനത്തിൽ എന്നാൽ ലഭിക്കപ്പെട്ടു. ജന്മങ്ങളുടെ അവസാനത്തിൽ മോക്ഷം കിട്ടും. അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറയണത്. കരയില്ലാത്തതെന്ന് തോന്നിയിരിക്കുന്ന ആ ഗാഢ അന്ധകാരത്തിൻ്റെ കരയ്ക്ക് എന്നെ ചേർത്തുന്നതിനുപകരിക്കുന്ന നിന്തിരുവടിയാകുന്ന ശ്രേഷ്ഠമായ നേത്രം, പ്രകാശം. നേത്രത്തിനാണ് പ്രകാശം, ചെവിക്ക് പ്രകാശം കാണാൻ അറിയില്ല. അങ്ങയുടെ കാരുണ്യ നിമിത്തം ബഹുജന്മങ്ങളുടെ അവസാനമായി ഭവിച്ചിരിക്കുന്ന ഈ ജന്മത്തിൽ എനിക്ക് ലഭിച്ചു. ഇനി ജന്മമില്ല, മോക്ഷം കിട്ടിയ പിന്നെ ജന്മമില്ല. 9ാമത്തെ ശ്ലോകം. യ ആദ്യോ ഭഗവാൻ പുംസാം ഈശ്വരോ വൈ ഭവാൻ കില ലോകസ്യ തമസാന്തസ്യ ചക്ഷു സൂര്യയിവോദിത. അതാണ് ശ്ലോകം. യാതൊരുവൻ ജീവന്മാരുടെ കാരണഭൂതനായിരിക്കുന്ന ഭഗവാനായിരിക്കുന്നവനോ ആ ഭഗവാനായി തന്നെ ഇരിക്കുന്ന ഭവാൻ അജ്ഞാനത്താൽ കണ്ണു കാണാതെ ഉഴലുന്ന ലോകത്തിൻ്റെ നേത്രമായിട്ട് സൂര്യനെന്ന പോലെ ഉദിച്ചിരിക്കുന്നു. അതായത് മൈത്രേയ മഹർഷിയോട് വിതുരർ ചോദിക്കുക, വിതുരോട് അദ്ദേഹം പറയാം, ഞാൻ ഭാവാർത്ഥം, സകല ലോകത്തിൻ്റെയും മൂലകാരണമായിരിക്കുന്ന ഭഗവാൻ യാതൊരുവനോ ആ ഭഗവാൻ തന്നെയായിരിക്കുന്ന നിന്തിരുവടി അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ അകപ്പെട്ട് പരമാർത്ഥ വസ്തുവിനെ അറിയാതെ കണ്ട്, ആത്മാവിനെ അറിയാണ്ട് എന്ന് പറഞ്ഞാൽ പരമാർത്ഥ വസ്തുവിനെ അറിയാതെ കണ്ട് പരിഭ്രമിക്കുന്ന ലോകത്തിൻ്റെ ആ പരിഭ്രമണത്തെ തീർത്ത് രക്ഷിക്കുവാനുള്ള കാരുണ്യം നിമിത്തം ഇരുട്ടുകൊണ്ട് കുഴങ്ങുന്നവരുടെ ദൃഷ്ടിയിൽ പ്രകാശിക്കാതെ കിടക്കുന്ന സാധനങ്ങളെ കാട്ടിക്കൊടുക്കുന്നതിനായിട്ട് സൂര്യൻ ഉദിക്കുന്നത് പോലെ പ്രകാശസ്വരൂപനായി അവതരിച്ചിരിക്കുന്നു. ജ്ഞാനം തന്നെ രൂപം എടുത്തു വന്നിരിക്കുന്നുവെന്ന് സാരം. ഇവിടെ കാഴ്ചശക്തി എന്ന് പറഞ്ഞെന്താ? ജ്ഞാനം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. 10ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. അധമേ ദേവസമ്മോഹം അപ്രാക്രഷ്ടും ത്വമർഹസി യോ അവഗ്രഹോ അഹം മമേതി തേ തസ്മിൻ യോജിതസ്ത്വയാം.
ഈ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നും ഈ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നും യാതൊരഭിമാനം നിന്തിരുവടിയാൽ യോജിക്കപ്പെട്ടിരിക്കുന്നു. ഈശ്വരാ, എൻ്റെ ആ മോഹത്തെ നിരാകരിപ്പാനായിക്കൊണ്ട് എൻ്റെ മോഹത്തെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങ് യോഗ്യനാകുന്നു. അതായത് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും XYZ ABC എന്ന് പറഞ്ഞ സഹോദരങ്ങളൊന്നും നന്മ ചെയ്യാൻ അവകാശപ്പെട്ടവരല്ല. നന്മ ചെയ്യാൻ അവകാശപ്പെട്ടത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ കാരുണ്യമൂർത്തിയാണ്. ഇനി ഭഗവാന് നമ്മളൊന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഭഗവാൻ ഇങ്ങോട്ട് 10 ശ്രദ്ധിക്കും. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാ ചോദിക്കുകയാണെങ്കിൽ, ഈ ശരീരത്തിൽ ഞാനെന്നും അതിനെ സംബന്ധിച്ചിരിക്കുന്നവരിൽ എൻ്റേതെന്നും ബലമായി തോന്നുന്ന യാതൊരഭിമാനം നിന്തിരുവടിയാൽ യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ? ഹേ ദേവാ, എൻ്റെ ആ മോഹത്തെ മൂലത്തോടുകൂടെ നശിപ്പിക്കുന്നതിന് വേരോടുകൂടി പിഴുതെറിയണം. അങ്ങ് മാത്രമേ അർഹനായിരിക്കുന്നുള്ളൂ. സകല ജീവന്മാർക്കും ശരീരാഭിമാനം ഉണ്ടായിരിക്കുന്നത് നിന്തിരുവടിയുടെ മായാശക്തി നിമിത്തമാകയാൽ ആ അഭിമാനത്തെ നശിപ്പിച്ച് അവർക്ക് പരമാർത്ഥബോധത്തെ, അതായത് പരമാർത്ഥബോധം എന്ന് പറഞ്ഞാൽ ചൈതന്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ളത് നൽകേണ്ടതിനും നിന്തിരുവടിക്ക് മാത്രമേ സാമർഥ്യമുള്ളൂ. ആത്മാവിന് പരമാത്മാവിന് ഇതൊന്നും അറിയാണ്ടാണ് നമ്മൾ എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്നിട്ട് സപ്താഹം ചെയ്യുന്നത്. ഒന്നും പറയണ്ട. അപ്പോൾ പറഞ്ഞു, അതിനാൽ എൻ്റെ അഭിമാനത്തെ തീർത്ത് രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ദുരഭിമാനത്തെ ഇല്ലായ്മ ചെയ്ത് തരണം എന്നാണ് പറഞ്ഞത്. 11ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ നമാമി സദ്ധർമ്മവിദാം വരിഷ്ഠം. ഇതാണ് ശ്ലോകം. അങ്ങയുടെ ഭൃത്യന്മാരുടെ സംസാരവൃക്ഷത്തിൻ്റെ ചേതാവായും ഛേദിക്കപ്പെടുന്നവനായിട്ടും ശരണാർഹനുമായിരിക്കുന്ന ആ നിന്തിരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പ്രകൃതിയുടെയും പുരുഷൻ്റെയും സ്വരൂപം അറിയുവാനുള്ള ആഗ്രഹത്താൽ നാശരഹിതമായ ധർമ്മത്തിൻ്റെ ഉപായത്തെ അറിയുന്നവരിൽ വെച്ച് വരിഷ്ഠനായിരിക്കുന്ന അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഹേ ഭഗവൻ, പ്രകൃതി പുരുഷതത്വത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ മോക്ഷോപായത്തെ അറിയുന്നവരിൽ വെച്ച് വരിഷ്ഠനും കേമൻ സ്വഭക്തന്മാരുടെ ജരാമരണാദി സ്വരൂപമായിരിക്കുന്ന സംസാരമാകുന്ന വൃക്ഷത്തെ മൂലത്തോടുകൂടെ ഛേദിക്കുന്ന പരമഗുരുസ്വരൂപനും ശരണം പ്രാപിപ്പാൻ അർഹനുമായിരിക്കുന്ന ആ നിന്തിരുവടിയെ ശരണം പ്രാപിച്ചവളായിട്ട് നമസ്കരിക്കുന്നേൻ എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.